ദേശാഭിമാനി ഫെബ്രുവരി 16 ഞായർ. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. നല്ലത് കണ്ടാൽ പറയും, നിലപാടിൽ ഉറച്ച് തരൂർ. വികസനം പ്രതിപക്ഷവും അംഗീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കേരളത്തിനായി ഒന്നിക്കണമെന്ന് മന്ത്രി രാജീവ്. കള്ളപ്രചാരണങ്ങൾക്ക് കൃത്യമായ മറുപടിയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. പാർട്ടി പരിശോധിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ്. ഇൻവെസ്റ്റ്മെന്റ് കേരള ഉച്ചകോടി 21-നും 22-നും കൊച്ചിയിൽ. 25 രാജ്യത്തിൽ നിന്ന് നയതന്ത്ര പ്രതിനിധികൾ എത്തും. സാഹിത്യ നഗരിയെ ചുവപ്പിച്ച് വൻ അധ്യാപക റാലി. ഇതിലുണ്ട് അധ്യാപകർ. KSTA ടീച്ചേഴ്സ് ബ്രിഗേഡ് സജ്ജമായി. പാതിവില തട്ടിപ്പ് കേസ്. ആനന്ദകുമാർ മുഖ്യ സൂത്രധാരൻ. ട്രംപ് പറഞ്ഞു, മോദി വാങ്ങി. F-35 യുദ്ധവിമാനം ട്രംപ് അടിച്ചേൽപ്പിച്ചതെന്ന് ആക്ഷേപം. ഡൽഹിയിൽ ഇനിയും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ BJP. പായ്ക്കപ്പലിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതാ നാവികർ. ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക്. ദേശീയ ഗെയിംസ് അസോസിയേഷൻ പ്രവർത്തനം പരിശോധിക്കുമെന്ന് ഷറഫ് അലി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ വ്യവസായ രംഗത്ത് അതിശയിപ്പിക്കുന്ന മാറ്റമുണ്ടെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും സംരംഭം തുടങ്ങാൻ വളരെ പെട്ടെന്ന് കഴിയുന്ന സ്ഥിതിയുണ്ടെന്നും നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയതാണെന്നും ശശി തരൂർ. വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. ലേഖനം പൂർണ്ണമായി വായിക്കാൻ സംശയം മാറിക്കിട്ടുമെന്നും ശശി തരൂർ പറഞ്ഞു. രാഷ്ട്രീയ അതീതമായി കേരളത്തിനായി ചിന്തിക്കണം. നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ. ലേഖനം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. കണക്ക് ഏതെന്നറിയാൻ പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തതിനാൽ പിന്തുണയ്ക്കും. അത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ശശി തരൂർ ആവർത്തിച്ചു പറഞ്ഞു. തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിവാദങ്ങൾക്കുള്ള സന്ദർഭമാക്കരുതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. അന്താരാഷ്ട്ര കമ്പനികളും ആഗോള പ്രസിദ്ധരായ സംരംഭകരും കേരളത്തിലെത്തുമ്പോൾ ഇവിടെ തക്കങ്ങളാണെന്ന പ്രതി ഗുണകരമാവില്ലെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന് മാതൃകയാകുന്ന വികസനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷത്തിനുള്ള ജനപ്രതിനിധികൾ വ്യക്തമാക്കിയ സാഹചര്യമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷവാദം തള്ളി നാടിന്റെ വളർച്ചയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് ശശി തരൂരിന്റെ ലേഖനം. വസ്തുതകൾ അവതരിപ്പിച്ച തരൂരിനെ അഭിനന്ദിക്കുന്നു എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഏത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ലേഖനം എഴുതിയതെന്ന് അറിയില്ല. തരൂർ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന് മാതൃകയാകുന്ന വികസനം കേരളത്തിൽ നടക്കുന്നെന്ന് പ്രതിപക്ഷത്തിലുള്ള ജനപ്രതിനിധി വ്യക്തമാക്കിയ സാഹചര്യമാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണ പ്രസംഗം നടത്തിയതല്ല, അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. വ്യവസായ മേഖലയിലെ കേരള മുന്നേറ്റത്തെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MPയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പറഞ്ഞു. മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച്, മലപ്പുറം കോടഞ്ചേരി റീച്ചിന്റെ നിർമ്മാണവും ഉദ്ഘാടനവും ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലെത്തുന്ന സംഗമ നിക്ഷേപ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവും പരമാവധി ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. 21-നും 22-നും കൊച്ചിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 25 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കും. ഉച്ചകോടിക്ക് മുന്നോടിയായി KSIDC കൊച്ചിയിൽ നടത്തിയ മാധ്യമ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വ്യാവസായിക വളർച്ച അതിശയിപ്പിക്കുന്നതാണെന്ന കണക്കുകൾ ഉദ്ധരിച്ച് ലേഖനമെഴുതിയ ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ചിലർ ഹൈപ്പർ കമാൻഡിന് പരാതി നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും K. മുരളീധരനും അടക്കമുള്ള നേതാക്കൾ തരൂരിനെ തള്ളിപ്പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ സായിഗ്രാമം സ്ഥാപകനും സംഘപരിവാർ സഹയാത്രികനുമായ KN ആനന്ദകുമാർ. തട്ടിപ്പിന്റെ ഉറവിടമായ നാഷണൽ NGOs കോൺഫെഡറേഷൻ ട്രസ്റ്റിന്റെ ആജീവനാന്ത ചെയർമാനാണ് ഇയാൾ. തിരുവനന്തപുരം ശാസ്താമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ 2024 ഫെബ്രുവരി 13-നാണ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം നാഷണൽ NGOs കോൺഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനും ചെയർമാനായ സയൻസ് സംഘടനയും നാഷണൽ NGOs കോൺഫെഡറേഷനും ചേർന്നാണ് ഭൂരിഭാഗം ഇരുചക്ര വാഹന വിതരണ ചടങ്ങുകളും സംഘടിപ്പിച്ചത്. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനമടക്കം വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള കടവന്ത്രയിലെ സോഷ്യൽ ബി വെച്ചൂസ് തട്ടിയെടുത്തത് 200 കോടിയിലേറെ രൂപ. മതനിരപേക്ഷ വിദ്യാഭ്യാസം സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായി 10,000 ചേരുന്ന അധ്യാപകരുടെ ഉജ്ജ്വല പ്രകടനം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുമെന്നും നവകേരളത്തിനായി അണിചേരുമെന്നും മുദ്രാവാക്യമുയർത്തിയ പ്രകടനം കോഴിക്കോടിനെ ചുവപ്പണിയിച്ചു. അധ്യാപക പ്രസ്ഥാനത്തിന്റെ കരുത്തും ശക്തിയും വിളിച്ചോതി KST സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു റാലിയും പൊതുസമ്മേളനവും. മലപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ സന്നദ്ധ സേന ടീച്ചേഴ്സ് ബ്രിഗേഡും മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്തു. KSTA സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷനായി. KSTA 34-ാം സംസ്ഥാന സമ്മേളനം സമുദ്ര ഓഡിറ്റോറിയത്തിലെ K. ബാലകൃഷ്ണൻ നമ്പ്യാർ നഗറിൽ ഞായറാഴ്ച സമാപിക്കും. പകൽ 11-ന് സാംസ്കാരിക സമ്മേളനവും അധ്യാപക ലോകം അവാർഡ് ദാനവും പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും.
തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നയിക്കേണ്ട സാഹചര്യമാണ് എന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. KST സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടും ചോദിച്ച സഹായങ്ങളൊന്നും തരാത്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ച വായ്പ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒന്നും തന്നില്ല എന്ന് പറയാതിരിക്കാനാണ് ഇത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ ബന്ധപ്പെട്ട് കേരളത്തിന് കേന്ദ്രം വായ്പയല്ല സഹായമാണ് നൽകേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം ആവശ്യപ്പെട്ട 2000 കോടി രൂപ തരാതെ 590 കോടി രൂപ കടമായി തരുന്നത് കേരളത്തെ അപമാനിക്കുകയാണെന്ന് പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 സീനിയർ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കാൻ നഴ്സിംഗ് കൗൺസിൽ യോഗം തീരുമാനിച്ചു. ആഴ്ച അടിയന്തരമായി ഓൺലൈനിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ റാഗിംഗ് ഉൾപ്പെടെയുള്ള മനുഷ്യത്വ വിരുദ്ധ പ്രവൃത്തികൾ ചെയ്താൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി R ബിന്ദുവും വെളിപ്പെടുത്തി. തിരുവനന്തപുരം കാട്ടാക്കട പത്തിപ്പരുള്ളി ഗവൺമെന്റ് VHSSലെ +1 വിദ്യാർത്ഥി സ്കൂളിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ക്ലാർക്ക് J സനലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ പ്രതിയായി CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതി ബാങ്കിൽ എത്തിയതിന്റെയും മോഷണം നടത്തുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വില കൂടിയതും പറക്കാൻ ചെലവേറിയതുമായ F-35 യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. അമേരിക്കയിൽ നിന്നും F-35 യുദ്ധവിമാനം വാങ്ങണമെന്ന ആവശ്യം സൈന്യമോ പ്രതിരോധ മന്ത്രാലയമോ മുന്നോട്ട് വച്ചിരുന്നില്ല. മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കായി സർക്കാർ തയ്യാറാക്കിയ അജണ്ടയിലും ഇത് ഉൾപ്പെട്ടിരുന്നില്ല. F-35 യുദ്ധവിമാനം തല്ലിപ്പൊളിയാണെന്ന് ട്രംപിന്റെ വിശ്വസ്തൻ ഇലോൺ മസ്ക് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. 1000 കോടി രൂപയാണ് ഒന്നിന്. ഒരു മണിക്കൂർ പറക്കലിന് ചെലവ് 30 ലക്ഷം രൂപ. ചൊവ്വാഴ്ച വിരമിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ പിൻഗാമിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേരും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ BJP. മുഖ്യമന്ത്രി കസേരകൾക്ക് വേണ്ടി വലിയ തർക്കമാണെന്ന് BJP പാളയത്തിൽ നടക്കുന്നത്. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് പിന്നാലെ സംഘടനാ തലത്തിൽ അഴിച്ചുപണി നടത്താൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പഞ്ചാബിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെ നിയമിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച 529.50 കോടി രൂപ വിനിയോഗിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ CITU സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി R ദാമു ഉദ്ഘാടനം ചെയ്തു. പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ തുടങ്ങി. സാധു കല്യാണ മണ്ഡലത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വഖഫിന്റെ പേരിൽ സർക്കാർ ആരെയും കുടിയിറക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിച്ച എല്ലാ അവകാശങ്ങൾക്കും സംരക്ഷിക്കും. വഖഫ് ബോർഡ് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വഖഫ് ബോർഡിന് കോഴിക്കോട് ഡിവിഷന് പുതിയ ഓഫീസ് തുറന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം റോഡിൽ EM സ്റ്റേഡിയത്തിന് പിന്നിൽ നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളുള്ള ഓഫീസ് സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ MLAയുമായ AC ഖമറുദ്ദീൻ വീണ്ടും ജയിലിലായി. വഞ്ചന കേസിൽ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 1ാം നമ്പർ കോടതിയാണ് റിമാൻഡ് ചെയ്തത്. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് ചേരുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ദിനം 17 ആരംഭിക്കും. ലോകവാർത്തകൾ. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം 3 ബന്ദികളെ കൂടി ഇസ്രായേൽ കൈമാറി. ഹമാസ് ഇസ്രായേൽ പൗരന്മാരായ ഇയർ ബോൺ, സായുഗിയോൺ ഡുക്കൺ, സാഷ ട്രൗൺ എന്നിവരെയാണ് ഗാസയിലെ ഖാൻ യൂനിസിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറിയത്. യൂറോപ്പിന്റെ സായുധസേന രൂപീകരിക്കാനുള്ള സമയം അതിക്രമിച്ചെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യക്കെതിരായ ഉക്രൈന്റെ പോരാട്ടം യൂറോപ്യൻ സേനയ്ക്കുള്ള അടിത്തറ നിലവിലുണ്ടെന്നതിന് തെളിവുണ്ടെന്നും മ്യൂണിക് സുരക്ഷാ ഉച്ചകോടിയിൽ സെലൻസ് അഭിപ്രായപ്പെട്ടു. ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ എടുക്കുന്നത് ഔദ്യോഗികമായി നിർത്തി US പ്രസിഡന്റ്. ട്രാൻസ്ജെൻഡർ നയം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് നീക്കം. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയവരിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ 5.46 കോടി രൂപ തീർപ്പാക്കി. ഇളവുകളുമായി 62.48 ലക്ഷം രൂപയും അനുവദിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപടി ശക്തമാക്കുമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീം പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സ്പോർട്സ് രക്ഷപ്പെടണമെങ്കിൽ കായിക സംഘടനകൾ അഭിപ്രായ ഭിന്നത മറച്ചുവെച്ച് ആത്മാർത്ഥമായി ഇടപെടണമെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ കോഴിക്കോട്ട് പറഞ്ഞു. സമഗ്രം CWRDMിലെ ശാസ്ത്രത്തെ ഉച്ചകോടിയും
വിവിധ പദ്ധതികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരള നിർമ്മിതിയിൽ ശാസ്ത്രത്തിന്റെ പങ്കാളിത്തവും സാധ്യതകളും ചർച്ച ചെയ്ത ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയനും ശാസ്ത്രജ്ഞന്മാരായി നടത്തിയ ചർച്ചയാണ് കേരളത്തിന്റെയും ശാസ്ത്രമേഖലയുടെയും വളർച്ചയും വികസനവും പരസ്പരം കണ്ടുയർത്തുള്ള പുതുകാഴ്ചപ്പാടിലേക്ക് വഴി തുറന്നത്. തദ്ദേശ ദിന ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ പഞ്ചായത്ത് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും നടത്തിയ പ്രചാരണം വീഡിയോ റീൽസ് മത്സരത്തിൽ ചേമഞ്ചേരി പഞ്ചായത്ത് ഒരുക്കിയ റീൽസ് 1ാം സ്ഥാനത്ത് എത്തി. കുടുംബശ്രീ വനിതകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരം വിപണി സൃഷ്ടിക്കാനും അതുവഴി നൂറുകണക്കിന് വനിതകൾക്ക് സ്ഥിരം വരുമാനം ഉറപ്പുവരുത്താനും കഴിഞ്ഞ കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ. താലപ്പൊലി ദിവസം നടന്ന ദുരന്തത്തെ തുടർന്ന് അടച്ചിട്ട മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രം അടുത്ത ദിവസം തുറക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റുമുട്ടലെ തുടർന്ന് തകർന്ന കെട്ടിടത്തിന് അവശിഷ്ടങ്ങൾ മാറ്റിയ ശേഷം ആചാരപരമായ കാര്യങ്ങൾ നടത്തും. വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായ കീഴൂർ ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും. കളിക്കളം വാർത്തകൾ. പ്ലേ ഓഫ് പ്രതീക്ഷ അസ്തമിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഫുട്ബോളിൽ പുറത്തേക്ക്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനോട് 3 ഗോളിന് തോറ്റതോടെ പ്ലേ ഓഫ് സാധ്യത ഏറെക്കുറെ അവസാനിച്ചു. ചാമ്പ്യൻസ് ട്രോഫിയിലെ അരങ്ങേറ്റം കസറാനുള്ള തയ്യാറെടുപ്പിലാണ് അഫ്ഗാനിസ്ഥാൻ. എതിരാളികളെ തകർക്കാൻ ശേഷിയുള്ള താരങ്ങളുണ്ട്. സമീപകാല പ്രകടനം ഇതിന് അടിവരയിടുന്നു. 2023 ഏപ്രിൽ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ശേഷം കളിച്ച 5 പരമ്പരയിൽ 4 ജയിച്ച് ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ വർഷം നടന്ന 2020 ലോകകപ്പിൽ സെമിയിലും കടന്നു. ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട വിവിധ കായിക അസോസിയേഷനുകളുടെ പ്രവർത്തനം പരിശോധിക്കുമെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U അഷ്റഫ് അലി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലാവസ്ഥ. സംസ്ഥാനത്ത് ശനിയാഴ്ച 35 ഡിഗ്രി സെൽഷ്യസിനും 38 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം പാലക്കാടാണ് ഏറ്റവും കുറഞ്ഞ ചൂട് രേഖപ്പെടുത്തിയത്, 37 ഡിഗ്രി സെൽഷ്യസ്. ഫെബ്രുവരി 2ാം വാരം അവസാനിക്കുമ്പോൾ സംസ്ഥാനത്തെ താപനില ഉയരാൻ സാധ്യത. മാർച്ചോടെ അസഹനീയമായി ചൂട് അനുഭവപ്പെടാനാണ് സാധ്യത. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.